ഒരു കാലത്ത് മലപ്പുറം ജില്ലയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്ന സ്ഥലം ഇന്നത് മലപ്പുറത്തിന്റെ ഏറ്റവും വലിയ അഹങ്കാരമാണ്. ഒറ്റ പേര് വട്ടപ്പാറ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 300ഓളം അപകടങ്ങളും 30ഓളം മരണങ്ങളും ഉണ്ടാക്കിയ ഒരു അപകട പേടി സ്വപ്നം. വട്ടപ്പാറ വളവ് എന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിക്ക് ഫസ്റ്റ് ഓടിയെത്തുന്ന ഒരു കാര്യം അവിടുത്തെ സ്ഥിരമായിട്ടുള്ള അപകടങ്ങളും അവിടുത്തെ മരണങ്ങളും. അതിൻ്റെയൊക്കെ ഒരു കാരണമായിട്ട് NH66 ഇപ്പോൾ ഈ ഒരു വയഡക്റ്റ് വന്നതോടുകൂടി, ഈ ഒരു വയഡക്റ്റ് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റുകളിൽ ഒന്ന്. ഈ 2 കിലോമീറ്ററാണ് ഈ ഒരു വയഡക്റ്റിൻ്റെ മൊത്തം നീളം വരുന്നത്. ഇതിൻ്റെ വരവോട് കൂടി അപകടങ്ങൾ കാര്യങ്ങളൊക്കെ ഏകദേശം 90% ഇല്ലാതായിരിക്കുക. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് അതൊരു അഹങ്കാരം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു റോഡ്. കാരണം ഒരു കാലത്തൊരു പേടി സ്വപ്നം തന്നെയാണ് റോഡ്. അപകടങ്ങൾ പറഞ്ഞാൽ TV ചാനല് പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്നും അപകടങ്ങൾ മാത്രമേ കാണണ്ടാവില്ലുള്ളൂ. ഈ ഒരു പാലത്തിൻ്റെ വരവോട് കൂടി അതൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കോട്ടക്കൽ ടു വളാഞ്ചേരി ഈ അടിയിൽ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് കൊണ്ട് നമുക്കൊരു അടി നമുക്ക് വണ്ടി കൊണ്ടിട്ട് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു റോഡും ഈ ഒരു പാലും ഇവിടെ വന്നിട്ടുള്ളത്. ഒച്ചരിക്കണ പോലെ അരിച്ചുകൊണ്ടിരുന്ന വണ്ടികളാണ് ഇപ്പോൾ 100-120 പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വികസനത്തിന്റെ മാറ്റാണ്. ഒരു കാലത്ത് ദുബായിലും കാര്യങ്ങളൊക്കെ ഇത്തരം റോഡുകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്നാ ഇതൊക്കെ വരിക എന്നുള്ള ഒരു ആശ ഉണ്ടായിരുന്നു. ആ ആശക്കൊക്കെയാണ് ഇതൊക്കെ ഒരുപാട് ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളാണ്. അതൊക്കെയാണ് നമുക്ക് ലൈവായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഈ NH66 കുറിച്ചും ഈ വയഡക്റ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരൊക്കെ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. ഈ ഒരു റോഡ് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമാണെന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഓക്കെ, അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ മേലുണ്ട ഒരു ഫോളോ ബട്ടൺ അതിമൊന്ന് അമർത്തിക്കോളി, ഒന്ന് ലൈക്കൊക്കെ ചെയ്താൽ ഒരു കമൻറ്റൊക്കെ വിട്ടോളി. തന്തക്കോളി മാത്രം വേണ്ട, അല്ലാത്തൊക്കെ നിങ്ങൾ വിട്ടോളി.